ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് റിവിറ്റും കൂടി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ റിവിറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഒരുപാട് കൂടിയതുകൊണ്ടാണ് നമ്മൾ റിവിറ്റും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സ്റ്റുഡൻസ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സോഫ്റ്റ്വെയറാണ് റിവിറ്റ്. അപ്പോൾ നമ്മൾ റിവിറ്റ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2D 3D അറ്റ് എ ടൈമിൽ 2Dയും 3Dയും തരുന്നൊരു സോഫ്റ്റ്വെയർ എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 2Dയും 3Dയും കിട്ടുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ റിവിറ്റ് റിവിറ്റ് ഒരു ബിം സോഫ്റ്റ്വെയറാണ്. അപ്പോൾ എന്തുകൊണ്ട് ബിം സോഫ്റ്റ്വെയർ എന്ന് പറയാൻ കാരണം, നമുക്കിതിൽ ബിം എന്ന് പറഞ്ഞാൽ എന്താണ്? ബിം എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്, അതിനാണ് ബിം എന്ന് പറയുന്നത്. അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാം. ഇപ്പോൾ 2D 3D മാത്രമല്ല, നമുക്ക് അതിൻ്റെ ഫിസിക്കൽ ഡേറ്റ, അതുപോലെ സിമുലേഷൻ, ക്വാണ്ടിറ്റി, മെറ്റീരിയൽ ടേക്ക് ഓഫ്, അങ്ങനെ ഒരു ബിൽഡിങ്ങിന് വേണ്ടുന്ന എ ടു സെഡ് കാര്യങ്ങൾ നമുക്ക് റിവിറ്റിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നു. ഇനി എന്തുകൊണ്ട് നമ്മൾ റിവിറ്റ് സോഫ്റ്റ്വെയർ, ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട്, റിവിറ്റ് പോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് റിവിറ്റ് എന്ന് ചോദിച്ചാൽ, നമുക്ക് സിവിൽ വർക്ക്, സ്ട്രക്ചർ വർക്ക്, MEP വർക്ക്, ഇത് മൂന്നും നമുക്ക് ഒരേ സമയം നമുക്ക് റിവിറ്റിൽ ചെയ്യാം. ഒരേ സമയം നമുക്ക് റിവിറ്റിൽ വർക്ക് ചെയ്യാം. അപ്പം ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഡെമോ ആയിട്ട് കണ്ടാൽ മതി. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സും അതുപോലെ ഞാൻ നേരത്തെ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഓട്ടോകാഡിൽ ഓഫ്സെറ്റ്, ട്രിം അതൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ വരച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട്, അതിപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഇവിടെയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ട്രിമ്മായിട്ട് പോകുന്നു. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് വരുന്നു. അപ്പോൾ ബിം എന്ന് പറഞ്ഞാൽ, ബിമ്മിൻ്റെ ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ റിവിറ്റിലൂടെ ചെയ്തു വരും. ബിം എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയറിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അതൊരു സെറ്റ് ഓഫ് പ്രോപ്പർട്ടിയാണ്. അത് ബിമ്മിൻ്റെ മീനിങ് തന്നെ ഇൻ്റലിജൻറ്റ് മോഡൽ ബേസ്ഡ് പ്രോസസ്സ് എന്നാണ്. അതായത് ഒരു കൺസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ഡിസൈൻ പർപ്പസും നമുക്ക് റിവിറ്റ് വെച്ചുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റുന്നു. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ, നമുക്ക് ടൈം സേവിംഗ് ആണ്. ഒരുപാട് ഫാസ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണില്ല, ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതിൻ്റെ ആ ഒരു വർക്ക് നമുക്ക് ഉണ്ടായത് ട്രാക്കൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നു. അതുപോലെ ഇപ്പോൾ നമുക്ക് വിൻഡോസ്, ഡോർസൊക്കെ വേണമെന്നുണ്ട്. ഇതിനകത്ത് തന്നെ ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിയിലുള്ള ഡോർസും വിൻഡോസൊക്കെ നമുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ളൊരു സാധനമാണിത്. ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ പ്ലേസ് ചെയ്ത ഡോറിൻ്റെ ക്വാണ്ടിറ്റി, അത് എത്ര എണ്ണം ഉണ്ട്, അതിന് ഏത് ഹൈറ്റിൽ ഫിക്സ് ചെയ്യുന്നു, ഏത് ഹൈറ്റിൽ എത്രയാണ് അതിൻ്റെ ഹൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് റിവിറ്റിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് റിവിറ്റ് ഒരു ബിം സോഫ്റ്റ്വെയർ ആണ് എന്ന് പറയാൻ കാരണം. ഇതിൻ്റെ കൺസെപ്റ്റ് വേറെയാണ്, പാരാമെട്രിക്കാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻ കാണിക്കുന്നുണ്ട് 800, 2000 and 300 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ പാരാമെട്രിക് സോഫ്റ്റ്വെയർ എന്ന് പറയാനായിട്ടുള്ള കാരണം. അപ്പോൾ ഞാൻ ഈ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഓബ്ജക്റ്റ്, ഇതിൻ്റെ 3D ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് 3D ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് എനിക്കിവിടെ 3D കിട്ടുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ബിം എന്താണെന്ന് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ റിവിറ്റും കൂടെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചത്. നമുക്ക് നമ്മളിവിടെ പ്ലേസ് ചെയ്ത കാര്യങ്ങളെല്ലാം ഇവിടെ ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലാനും അതുപോലെ 3Dയും അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ സീലിംഗ് ലെവൽ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റിവിറ്റിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ടൈം സേവിംഗ് ആണ്. പിന്നെ മെയിൻ തിങ്സ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരേ സമയം ഒരുപാട് പേർക്ക് വർക്ക് ചെയ്യും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ സിവിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞു, ഞാൻ നേരെ എന്ത് ചെയ്തു, MEPക്കാർക്ക് കൊടുക്കും. MEP വർക്ക് ചെയ്യാൻ വേണ്ടി അവർക്ക് കൊടുത്തു. അപ്പോൾ അവർക്ക് വളരെ ഈസി ആയിട്ട്, ഇപ്പോൾ ഒരാൾക്ക് പ്ലംബിങ്ങിൻ്റെ വർക്ക് സെയിം ഡ്രോയിങ് തന്നെ, ഒരാൾക്ക് പ്ലംബിങ്ങിൻ്റെ വർക്ക്, ഒരാൾക്ക് ഇലക്ട്രിക്കലിൻ്റെ വർക്ക്, ഒരാൾക്ക് മെക്കാനിക്കലിൻ്റെ വർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഒരേ സമയം നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ റെൻഡറിങ്, കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം സർവീസസ് എല്ലാം മീൻസ് AC-യുടെയും അതുപോലെ ഇലക്ട്രിക്കലിൻ്റെയും പ്ലംബിങ്ങിൻ്റെയും അതിൻ്റെ കേബിൾ ട്രേ ഇതെല്ലാം ചെയ്തതിന് ശേഷം, ഇപ്പോൾ നമുക്ക് ഒരു ഫ്ലോറിലായിരിക്കും ഇതെല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് അറിയണം അതിൻ്റെ ക്ലാഷിങ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയണം. അപ്പോൾ അത് കോർഡിനേഷൻ ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ കോർഡിനേഷൻ ഡ്രോയിങ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് പറയുന്നതാണ് കോർഡിനേഷൻ. 3-4 സർവീസസ് നമ്മൾ വരച്ചതിന് ശേഷം എല്ലാം കൂടെ, ഇപ്പോൾ ഇതിൽ സിവിൽ ഡ്രോയിങ് ആണെങ്കിൽ ഈ സിവിൽ ഡ്രോയിങ്ങിലേക്ക് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൊണ്ടുവരും, എല്ലാവരും ചെയ്തെടുക്കും. അപ്പോൾ അതിനാണ് കോർഡിനേഷൻ ഡ്രോയിങ് എന്ന് പറയുന്നത്. കോർഡിനേഷൻ ചെയ്താലേ നമുക്കൊരു പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതിനകത്ത് ഫാമിലീസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു കമ്പൗണ്ട്, ഇപ്പോൾ ഒരു പ്രൊജക്റ്റിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പല ടൈപ്പ് കമ്പനികളുടെ പല ടൈപ്പ് സാധനങ്ങൾ കാണും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനെയാണ് ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ആ കമ്പോണൻറ്റ് ഇതിനകത്ത് ഒരു പ്രോജക്റ്റ് വേണ്ടിയില്ല, നമുക്ക് ഒരുപാട് പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ കമ്പോണൻറ്റ് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഒരു ഫാമിലിയായിട്ട് നമുക്കിതിനെ സേവ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ റിവിറ്റ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഇൻസ്റ്റൻറ്റേനിയസ്, അതാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2000-ലേക്കാണ് നമ്മുടെ ഇന്ത്യയിൽ അത് ഉപയോഗിച്ച് തുടങ്ങിയത്. കൺസ്ട്രെയിൻ ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ 2Dയും 3Dയും നമുക്ക് അറ്റ് എ ടൈമിൽ തന്നെ കിട്ടുന്നു. പിന്നെ ബിം എന്ന് വെച്ചാൽ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്നാണ്. അപ്പോൾ എന്തുകൊണ്ട് റിവിറ്റ് ഉപയോഗിക്കുന്നു ചോദിച്ചാൽ, നമുക്ക് സിവിലും മെക്കാനിക്കലും ഇലക്ട്രിക്കലും എല്ലാം ഈ സോഫ്റ്റ്വെയർ തന്നെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ടാണ്.
അപ്പോൾ ഇത് ഇവർ 3 സോഫ്റ്റ്വെയറായിട്ടാണ് കൊണ്ടുവന്നത്. റിവിറ്റ് ആർക്കിടെക്ചർ, റിവിറ്റ് MEP, റിവിറ്റ് സ്ട്രക്ചർ. അപ്പം പിന്നെ അടുത്തൊരു സോഫ്റ്റ്വെയർ കോംബോ ആയിട്ട് കിട്ടുന്നുണ്ട് നമുക്ക്. റിവിറ്റ് ആർക്കിടെക്ചർ ടാബ് ഇത്, അതുപോലെ സ്ട്രക്ചറിൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ MEPയുടെ കാര്യങ്ങളാണ്. അപ്പോൾ അത് കോംബോ ആയിട്ട് വരുന്നത്. 4 രീതിയിലാണ് ഇവർ സോഫ്റ്റ്വെയർ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ റിവിറ്റ് എന്തുകൊണ്ട് നമ്മൾ റിവിറ്റ് സെലക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ, അപ്പം ബിമ്മിൻ്റെ പ്രോഡക്റ്റ്സുകൾ ഒരുപാടുണ്ട്. ബിം ഒരുപാട് സോഫ്റ്റ്വെയർ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ മാത്രമല്ല, നേവീസ് വർക്ക് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഓട്ടോഡെസ്കിൻ്റെയാണ്. അപ്പോൾ ഓട്ടോഡെസ്കിൻ്റെ ഈ പ്രോഡക്റ്റ് വെച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോഡെസ്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ഓട്ടോക്യാഡൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു കമ്പനിയുടെ തന്നെയാണ്. അപ്പോൾ അവരുടെ നേവീസ് വർക്ക് വെച്ചാണ് ഈ ക്ലാഷിംഗ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ റിവിറ്റ് യൂസ് ചെയ്യാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. ഇനി അതുപോലെ നമ്മൾ നേരത്തെ ഈ ഓട്ടോക്യാഡിൽ നമ്മൾ നോക്കിയ പോലെ കോൺട്രാക്ട് ഡ്രോയിങ്, അതുപോലെ ഷോപ്പ് ഡ്രോയിങ്, ആസ്ബിൽ ഡ്രോയിങ്. അപ്പോൾ ഇതിലും അതുപോലൊരു സാധനമുണ്ട്. അതായത് നമ്മളിപ്പം ഈ ചെയ്യുന്ന ഡ്രോയിങ്ങിനകത്ത് ഇവർ LOD ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ്സ്. അപ്പോൾ ഓരോ LOD ബേസ് ചെയ്താണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ LOD 100, ഇപ്പോൾ നമ്മളിവിടെ ഇൻ്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ അവർ ചോദിക്കും എന്താണ് LOD 100. അപ്പോൾ LOD 100 എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ LOD പ്രീ ഡിസൈൻ, അതായത് നമ്മുടെ കോൺട്രാക്റ്റ് ലൈൻ സ്കെച്ച് ആയിരിക്കും നമുക്ക് അവർ തരിക. ഈ ലൈൻ സ്കെച്ച് വെച്ചുകൊണ്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നതിന് ഇവർ പറയുന്നത് LOD 200 എന്നാണ്. LOD 200 അല്ല, LOD 300 എന്നാണ് പറയുന്നത്. അപ്പോൾ LOD 300-നകത്താണ് നമ്മുടെ ഈ പറഞ്ഞ ഷോപ്പ് ഡ്രോയിങ്, മീൻസ് ഈ തിക്നെസ്സൊക്കെ കൊടുത്ത് നമ്മൾ ആ ഒരു ഡ്രോയിങ് രൂപത്തിൽ ഇതിനെ മാറ്റിയെടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ സ്കീമാറ്റിക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് നമ്മുടെ അതിനകത്ത് ഈ ലൈൻ സ്കെച്ച് ആയിരിക്കും കൂടുതൽ വരുന്നത് സ്കീമാറ്റിക് ഡ്രോയിങ്ങിനകത്ത്. അതായത് നമ്മൾ ആ ഒബ്ജക്റ്റിനകത്ത് നമുക്ക് വേണ്ടി വരുന്ന മെറ്റീരിയൽസിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും വരയ്ക്കേണ്ട കാര്യമില്ല. അത് ജസ്റ്റ് അവർക്ക് ചെറിയൊരു ലൈൻ സ്കെച്ചൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ LOD 200 എന്ന് പറയുന്നത്. ഇനി അതുപോലെ LOD 400 എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ കൺസ്ട്രക്ഷൻ സ്റ്റേജ് ഉണ്ട്. അതായത് നമ്മൾ ബിൽഡിങ്ങിൻ്റെ, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ലെവൽ, അത് ഇവിടം വരെയായി. പിന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ, ഒരുപാട് മെറ്റീരിയൽ കാണുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സബ്മിറ്റിലുണ്ടാവും. മെറ്റീരിയൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത്, അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ്, ആ മെറ്റീരിയൽ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു, എന്താണ് അതിൻ്റെ പർപ്പസ്, അത് എവിടെ ഉപയോഗിക്കുന്നു, അതിൻ്റെ സൈസും അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലെവലുണ്ടാവും, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ LOD 400 എന്ന് പറയുന്നത്. ഇനി LOD 500 എന്ന് പറഞ്ഞാൽ ആസ്ബിൽറ്റാണ്. ആസ്ബിൽറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ബിൽറ്റിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഡ്രോയിങ്. അതായത് നമ്മളിപ്പോൾ ഈ വരയ്ക്കുന്ന ഡ്രോയിങ് ഒന്നും അതുപോലെ നമ്മൾ സൈറ്റിൽ നമുക്ക് കൊണ്ടുപോയി ചെയ്യാൻ പറ്റത്തില്ല. സൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സൈറ്റിൽ എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതുപോലെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ചെയ്തെടുക്കുക. അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്നത് ആസ്ബിൽറ്റ് എന്ന് പറയുന്നത്. അപ്പം നേരത്തെ ഓട്ടോക്യാഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഓട്ടോക്യാഡിൽ ആ ഒരു ഡിസൈൻ കൺസെപ്റ്റ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ ഷോപ്പ് ഡ്രോയിങ്, കോൺട്രാക്ട് ഡ്രോയിങ്, പിന്നെ ആസ്ബിൽ ഡ്രോയിങ്, പിന്നെ സ്കീമാറ്റിക് ഡ്രോയിങ്, പിന്നെ ഡീറ്റെയിൽ ഡ്രോയിങ്. ഡീറ്റെയിൽ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ ഈ വിൻഡോ പ്ലേസ് ചെയ്തില്ലേ, ഇവിടെ ഇങ്ങനെ ചെറിയ വിൻഡോ വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു 3 വിൻഡോയും വെൻറ്റിലേറ്ററാണ് വിൻഡോ എന്ന് പറയാം നമുക്ക് തൽക്കാലം. ഈ 3 വിൻഡോയും ഒരേ ഹൈറ്റിൽ ഒരേ ടൈപ്പ് സാധനമാണ്. അപ്പോൾ ഈ 3 എണ്ണത്തിനോട് ഒരു ഡ്രോയിങ് വരയ്ക്കണം. അപ്പോൾ അതായിരിക്കും നമ്മൾ ഫയലിൽ സൂക്ഷിക്കുന്നത്. ആ ഡ്രോയിങ് ഞാൻ എങ്ങനെ ചെയ്തു, എന്തൊക്കെയാണ് മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നത്, അതിൻ്റെ ഹൈറ്റ് എത്രയാണ്, അതിൻ്റെ 3D വ്യൂ എങ്ങനെ വരും. അപ്പോൾ അതിനേക്കാണ് ഡീറ്റെയിൽ ഡ്രോയിങ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ ഈ BIM എന്ന് പറഞ്ഞു, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ നമുക്ക് BMS എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ അതൊക്കെ MEP-ലാണ് വരുന്നത്, ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു 10 നിലയുള്ള ബിൽഡിംഗ് ആണെന്ന് വെച്ചോ. അപ്പോൾ അതിലൊരു 5ാമത്തെ നിലയിൽ തീ പിടിച്ചു. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, നമുക്കത് കാണാൻ പറ്റണം. അല്ലെങ്കിൽ നമുക്ക് ആ ഫ്ലോറിൻ്റെ ഏത് ഫ്ലോറിലാണോ ആ ഫ്ലോറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഫയറിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമ്മളത് അറിയണം. അപ്പോൾ ഇതെല്ലാം കൊണ്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു BMS റൂം ഉണ്ടാവും. അപ്പോൾ BMS-നകത്ത് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഒരു ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ചേർന്നൊരു ഭാഗത്തെയാണ്. അപ്പോൾ നമുക്ക് അത് മോണിറ്റൈസ് കാണുക, കമ്പ്യൂട്ടർ വഴി കാണാൻ പറ്റുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അവിടുത്തെ സ്പ്രിംഗ്ലറൊക്കെ ഓണായിട്ട് വെള്ളം വീഴാനോ, അല്ലെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക്കൽ സർവീസൊക്കെ തൽക്കാലത്തേക്ക് ഓഫ് ചെയ്യാനോ. അപ്പോൾ നമുക്കൊരു കമ്പ്യൂട്ടർ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സിസ്റ്റം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബിൽഡിങ്ങിനെ മൊത്തം കൺട്രോൾ ചെയ്യാം. അതിനാണ് ഈ BMS എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ മറ്റേ MEP-യിലൊക്കെ വരുന്നതാണ്. പിന്നെ ഫാക്ടറിക്കാണെങ്കിൽ ഫാക്ടറി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നൊക്കെ പറയും. പിന്നെ ബിൽഡിംഗ് ഓട്ടോമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 2 പേരുണ്ട് അതിന്. അപ്പോൾ BMS-ഉം പിന്നെ BIM-ഉം തമ്മിൽ മാറിപ്പോയത് ഇൻ്റർവ്യൂവിനൊക്കെ ചോദിക്കുന്നൊരു കാര്യമാണ്. ബേസിക്കായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അത്. ഇനി അതുപോലെ നമ്മളിപ്പോൾ 2D 3D, ഇപ്പോൾ ഞാനിപ്പം ഇവിടെ നമ്മളിപ്പോൾ വരച്ചേക്കുന്നത് ഒരു 2D, ഇപ്പോൾ ഇങ്ങനെ പ്ലാൻ വ്യൂ വന്നു കഴിഞ്ഞാൽ ഇതൊരു 2D ഡ്രോയിങ്. അതുപോലെ എനിക്ക് 3D കാണണമെങ്കിൽ എനിക്ക് 3D ഡ്രോയിങ്. അപ്പോൾ നമ്മൾ ഈ 2 കാര്യങ്ങളെ അറിയുള്ളൂ. അപ്പോൾ അതുപോലെ 4D എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. 4D എന്ന് പറഞ്ഞാൽ സിമുലേഷനും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അതായത് നമ്മളിപ്പം ചെയ്ത ഡ്രോയിങ്, ഇപ്പോൾ ഈ ഡ്രോയിങ്ങിനകത്ത് ഞാൻ ഇവിടെ ഒരു റൂഫ് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റൂഫിൻ്റെ വെയിറ്റ് ഈ വോളാണ് താങ്ങി നിർത്തുന്നത്. അപ്പോൾ നമുക്കറിയണം, ഇപ്പോൾ ഇങ്ങനെ റൂഫ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ വോളിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നമുക്കറിയണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അത് സിമുലേഷൻ ചെയ്ത് നോക്കും. അപ്പോൾ നേരത്തെ സ്റ്റാർഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക്. അത് ബെൻലി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് സ്റ്റാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഓട്ടോഡെസ്കിൻ്റെ നമുക്ക് ഈ റിവിറ്റ് വെച്ച് തന്നെ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ അതിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് നമ്മളിപ്പോൾ ഈ റൂഫിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കമ്പിയൊക്കെ ഇല്ലേ, കമ്പി.
അപ്പോൾ അതിൻ്റെയൊക്കെ സൈസ് എങ്ങനെയാണ്, അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിനകത്ത് അറിയാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 4D എന്ന് പറഞ്ഞാൽ സിമുലേഷനാണ്, 3D എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റ് എ ടൈമിൽ 3 സൈഡ് കാണുന്നു. 4D എന്ന് പറഞ്ഞാൽ 4 സൈഡ് കാണുമെന്ന് വിചാരിക്കരുത്. 4D എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സിമുലേഷനാണ്. അവൻ ഡെഡ് ലോഡ്, ലൈവ് ലോഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ബിൽഡിംഗ് ചെയ്യുമ്പോഴുള്ള ഇതിനകത്ത് വരുന്ന ഈ ഒരു വെയിറ്റിന് ഡെഡ് ലോഡെന്നും പിന്നെ മൂവിങ് പാർട്സ് നമ്മുടെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അതിന് ലൈവ് ലോഡ് എന്ന് പറയുന്നത്. പിന്നെ വിൻ ലോഡുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഒരുപാട് വലിയൊരു ടവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിൻ ലോഡ് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഒരു ഏകദേശമായി കൊടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ നമ്മൾ വഴിയെ പഠിക്കും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് നമുക്കിവിടെ ഈ റെവിറ്റിൽ ചെയ്യാം. നമുക്ക് 4D കൺസെപ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ 5D ഉണ്ട്. 5D എന്ന് വെച്ചാൽ കോസ്റ്റ്, നമുക്ക് എത്ര ചിലവാകുമെന്ന് നോക്കണമല്ലോ. ഒരു ബിൽഡിംഗ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്രയാണ് അതിൻ്റെ ചിലവ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. അപ്പോൾ അതിനെ 5D എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് കോസ്റ്റ് എസ്റ്റിമേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇതിനകത്ത് ചെയ്യാം. പിന്നെ 6D ഉണ്ട്, നമ്മളതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ. പിന്നെ 7D ഉണ്ട്, 8D ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ റെവിറ്റിൻ്റെ ഒരു കൺസെപ്റ്റ്. നമ്മൾ അറ്റ് എ ടൈമിൽ നമുക്ക് 2D 3D കിട്ടുന്നു. പിന്നെ അതൊരു BIM സോഫ്റ്റ്വെയർ ആണ്, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് റെവിറ്റിനെ BIM സോഫ്റ്റ്വെയർ എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ, സിവിൽ വർക്ക്, സ്ട്രക്ചർ വർക്ക്, അങ്ങനെ ഏറ്റവും കാര്യങ്ങൾ നമുക്ക് റെവിറ്റിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ റെവിറ്റിനെ ചൂസ് ചെയ്യുന്നത്. റെവിറ്റ് മാത്രമല്ല, നമുക്ക് ഒരുപാട് സോഫ്റ്റ്വെയർ നമുക്ക് BIM-ന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ BIM എന്ന് പറഞ്ഞാൽ റെവിറ്റ് അല്ല, BIM ഒരു കൺസെപ്റ്റാണ്. അതൊരു ഇൻ്റലിജൻറ്റ് മോഡലിംഗ് ബേസ്ഡ് പ്രോസസ്സാണ്. പിന്നെ നമ്മൾ റെവിറ്റ് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഒരുപാട് സോഫ്റ്റ്വെയർസ് നമ്മളതിന് ഉപയോഗിക്കുന്നുണ്ട്. റെവിറ്റ്, നേവീസ് വർക്ക്, അതുപോലെ ഓട്ടോക്യാഡ് ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. പക്ഷേ BIM എന്ന് പറയില്ല. പക്ഷേ ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട്, ഡീറ്റെയിൽ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെവിറ്റിൽ ചെയ്യുന്ന കാര്യങ്ങളെ ഓട്ടോക്യാഡിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഇട്ടിട്ട് നമ്മൾ ഡീറ്റെയിൽ ഡ്രോയിങ് എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ കോസ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് കോസ്റ്റ് അറിയാൻ പറ്റുന്നു എന്നുള്ളതാണ്. നമുക്ക് ബിൽഡിങ്ങിൻ്റെ ക്വാണ്ടിറ്റിയും അതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നു. പിന്നെ ലാൻഡ്സ്കേപ്പിങ്, ഇതുപോലെ ട്രീസും കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ ഈ ട്രീസൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വേണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലൊന്ന് റീഅറേഞ്ച് ചെയ്യാനും അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രശ്നം നമ്മൾ തോന്നിയിട്ടുള്ളത് ആനിമേഷൻസ് ഒന്നും വലുതായിട്ട് പറ്റില്ല. നമ്മൾ 3D Maxിലൊക്കെയാണെങ്കിൽ കുറച്ച് ആനിമേഷൻസും കാര്യങ്ങളൊക്കെ പറ്റും. പക്ഷേ ഇതിനകത്ത് ആനിമേഷൻസും ഓപ്ഷൻസും ഒന്നും വന്നിട്ടില്ല. 3D Max ശരിക്കും ആർക്കിടെക്ചർ ബേസ്ഡ് സോഫ്റ്റ്വെയർ അല്ലായിരുന്നല്ലോ. അപ്പോൾ അതൊരു ആനിമേഷൻ സോഫ്റ്റ്വെയർ ആയിരുന്നു. അതിനകത്ത് യോസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനി വന്നിട്ട് അതിനകത്ത് ആർക്കിടെക്ചറിൻ്റെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നമ്മൾ ആർക്കിടെക്ചറിന് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. പിന്നെ വാക്ക് ത്രൂ അനിമേഷൻ നമുക്കിവിടെ ചെയ്യാം. ഇതുപോലെ നമുക്കൊരു ഒബ്ജക്റ്റിൻ്റെ ക്യാമറ വ്യൂ, വാക്ക് ത്രൂ, അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് നമ്മുടെ റെവിറ്റിനുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കണ്ടാൽ മതി. ഇപ്പോൾ എന്താണ് BIM എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്തുകൊണ്ട് നമ്മൾ റെവിറ്റ് BIM-ന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കണം. പിന്നെ അതുപോലെ എന്തുകൊണ്ട് റെവിറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, പിന്നെ റെവിറ്റിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, എന്താണ് എൻ്റെ അഡ്വാൻറ്റേജസ്. 2D 3D സിമുലേഷൻ, കൊളാബറേഷൻ എന്ന് പറയുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ക്ലാഷിങ്ങും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നത്. പിന്നെ ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യാം, നമുക്ക് ടൈം സേവിങ് ആണ് ഒരുപാട്. റെൻഡറിങ് ചെയ്യാം, കോർഡിനേഷൻ ചെയ്യാം, ഫാമിലീസ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് കോസ്റ്റ് എസ്റ്റിമേഷൻ, അതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് റെവിറ്റിൽ ഈസി ആയിട്ട് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ BIM-ന് റെവിറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, ഇപ്പോൾ റെവിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലാവും BIM സോഫ്റ്റ്വെയർ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് മിഡിൽ ഈസ്റ്റിലൊക്കെ ഒരുപാട് സംസാരിക്കുന്നൊരു ചർച്ചാ വിഷയം തന്നെയാണ് BIM എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ BIM-ൽ കുറച്ച് എക്സ്പെർട്ട് ആണെങ്കിൽ നമുക്ക് ഉയർന്ന സാലറിയിലൊക്കെ നമുക്ക് ഈസി ആയിട്ടൊരു ജോബ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഇല്ല. അപ്പോൾ ഇതിൻ്റെ സെക്ഷൻസൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എനിക്കിപ്പോൾ ഇതിൻ്റെ സെക്ഷൻ ഒന്ന് കാണണമെങ്കിൽ സെക്ഷൻ ലൈൻ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഓട്ടോക്യാഡിലൊക്കെ സെക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ അങ്ങനെ സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കേണ്ട. ജസ്റ്റ് ഒരു ലൈൻ വരച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെക്ഷൻ ഓട്ടോമാറ്റിക്കലി നമുക്കിവിടെ കിട്ടും. അതായത് നമുക്ക് ഇത് നമ്മൾ റൂഫ്, ഇത് ട്രീസ് വെച്ചേക്കുന്നത്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ കിട്ടുന്നു. പിന്നെ ലൈറ്റ്സിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം നമുക്ക്, സൺലൈറ്റ് അങ്ങനെ. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്ത ഡ്രോയിങ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും, നോക്കട്ടെ. ഏതാണെന്ന് അറിയില്ല ഓപ്പണായി വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സിസ്റ്റം കുറച്ച് മെമ്മറിയൊക്കെ വേണമെങ്കിൽ നമ്മുടെ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ സാധാരണ സിസ്റ്റത്തിൽ ജസ്റ്റ് പഠിക്കാമെന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ട്, ഇപ്പോൾ ഞാൻ റെവിറ്റ് പഠിച്ചു, ഞാൻ 3D Max പഠിച്ചു, ഞാൻ ഓട്ടോക്യാഡ് പഠിച്ചു. ഇപ്പോൾ ഇത് പഠിച്ച് നമ്മൾ വെച്ചിരുന്നിട്ട് കാര്യമില്ല. നമുക്കിതൊക്കെ അറിയാവുന്ന 10 പേര് അറിയണമെങ്കിൽ നമ്മൾ ആ ഫീൽഡിലായിട്ട് ഇറങ്ങണം. അപ്പോൾ ഇത് നോക്കി, ഇതുപോലെ ലൈറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഫാമിലി ക്രിയേറ്റ് എന്ന് പറഞ്ഞില്ല, ഇതുപോലെ ലൈറ്റ്സ് നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം. ഇതൊരു ഫാമിലിയാണ്, ശരിക്കും ഇത് റെവിറ്റിലുള്ളതല്ല. മറ്റേ ചാൻഡിയർ ലൈറ്റ് നമുക്കിതുപോലെ ക്രിയേറ്റ്, ഇവിടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരും. ഞാനത് റിമൂവ് ചെയ്തതാണ്, ലൈറ്റ്സിൻ്റെ ആ പണി കഴിഞ്ഞിട്ടില്ല എൻ്റെ. ഇതുപോലെ ഈ ഫർണിച്ചേഴ്സ് ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഫാമിലീസ് ഉണ്ട്. ഇതുപോലെ ഫർണിച്ചേഴ്സ്, ലൈറ്റ്സ്, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് വെക്കാം. അപ്പോൾ ഈ ലൈറ്റ് കത്തുന്നൊരു എഫക്റ്റ് നമുക്ക് ചെറുതായിട്ട് വേണമെങ്കിലും ഒന്ന് കാണാം. അപ്പോൾ അതിന് റെൻഡറിങ് എന്ന് പറയും, നമ്മൾ ലൈറ്റ് കത്തിച്ച് കാണിക്കുന്നതിന് റെൻഡറിങ് എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു മെമ്മറി ഇഷ്യൂസ് ഉണ്ട്, നോക്കട്ടെ അത് വരുന്നുണ്ടോ നോക്കട്ടെ. നമ്മൾ കീബോർഡിൽ R എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ലോ ക്വാളിറ്റി ഇട്ടൊന്ന് റെൻഡർ ചെയ്ത് കാണിക്കാം.
അപ്പോൾ നമുക്ക് ഏത് ലൈറ്റ് വേണം എന്ന് നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ക്വാളിറ്റി കുറച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് റെൻഡറായി വരുമോ എന്ന് നോക്കട്ടെ. അപ്പോൾ ലൈറ്റ്സിൻ്റെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ലൈറ്റ് ഇപ്പോൾ കത്തുന്ന പോലെയൊക്കെ നമുക്ക് കാണിക്കാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഇത് കുറച്ച് സമയമെടുക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ലോ ക്വാളിറ്റി, ഇതിന് മെമ്മറി കുറച്ച് കുറവാണ് ഇതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കട്ടെ വരുമെന്ന്. ഓക്കെ, അതിൻ്റെ റെൻഡറിങ് സ്റ്റാർട്ടായി കഴിഞ്ഞു. റെൻഡറിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഡിസ്പ്ലേയിൽ കണ്ടോ, ഇപ്പോൾ ലൈറ്റ് കത്തുന്ന ഒരു എഫക്റ്റ് വന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഈ ഡിസ്പ്ലേയിൽ കാണുന്ന ആ ഒരു, അതായത് നമ്മുടെ മോണിറ്ററിൽ കാണുന്ന ആ ഒരു സാധനത്തിൻ്റെ ഇമേജ് വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നതിന് റെൻഡറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ലൈറ്റ്സൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഈ നൈറ്റ് മോഡൊക്കെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം ഇതുപോലെ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോഷോപ്പ്, നമ്മൾ സാധാരണ 3ds Maxലൊക്കെ ചെയ്തൊരു സാധനം ഫോട്ടോഷോപ്പിൽ കൊണ്ടുപോയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഇവിടെ ചെയ്യാം. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് വേറെ സോഫ്റ്റ്വെയർസിലൊന്നും പോകണ്ട. അപ്പോൾ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടണമെങ്കിലോ കുറയ്ക്കണമെങ്കിലൊക്കെ വേണ്ട, ഇവിടെ തന്നെ ചെയ്യാം. പിന്നെ ഈ പിക്ചേഴ്സൊക്കെ ചെയ്യുന്നുണ്ട്, ഈ പിക്ചേഴ്സൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ റിവിറ്റ്, ഇപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ റിവിറ്റ് നമുക്ക് ഈ 3D കാണുക, ഇതുപോലെ കാണിക്കുക, അതൊക്കെ പഴങ്കഥയാണ്. റിവിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോസ്റ്റ് എസ്റ്റിമേഷൻ, സിമുലേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ സൈറ്റിൽ നിന്ന് പെട്ടെന്ന് വിളിച്ചു ചോദിക്കുന്നു, ഒരു വോൾ നമുക്ക് ചെയ്യണം, അപ്പോൾ അർജൻറ്റായിട്ടൊരു വോൾ ചെയ്യണം. അപ്പോൾ ആ വോളിന് എത്ര ബ്രിഗ് വേണം സൈറ്റിൽ നിന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വോളിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കാണിക്കണം എത്ര ബ്രിഗ് ഇതിന് വേണ്ടി വരും, എത്ര മെറ്റീരിയൽ വേണ്ടി വരുന്നത് കാണിക്കണം. അപ്പോൾ അതിനാണ് BIM എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അപ്പോൾ എല്ലാ കാര്യങ്ങളും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ തന്നെ ചെയ്ത് കൊടുക്കാനായിട്ട് വരുന്നത്. പണ്ടൊന്നും പറ്റില്ലായിരുന്നല്ലോ. അപ്പോൾ ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്ന് മാത്രമല്ല, ഡോക്യുമെൻ്റായിട്ട് നമുക്ക് സൂക്ഷിക്കാം, സേവ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒരു ഡോക്യുമെൻ്റായിട്ട് നമുക്കിവിടെ സേവ് ചെയ്ത് വെക്കാം ഇതെല്ലാം. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്യുന്നതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇമേജ് എന്നുള്ള രീതിയിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. ഇപ്പോൾ എന്തുണ്ട്, ഇപ്പോൾ ഈ ലൈറ്റിൻ്റെ ആ ഒരു എഫക്റ്റ് പറഞ്ഞു, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ആ ലൈറ്റിൻ്റെ എഫക്റ്റ് ഇവിടെ കൂടുന്നതായിട്ട് കാണാം നമുക്ക്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കണ്ടാൽ മതി. ശരിക്കും ഈ ലൈറ്റ് കത്തിക്കൽ അല്ലെങ്കിൽ ഈ ലൈറ്റ് കത്തുന്ന ഇതെല്ലാം റിവിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ ആയിട്ട് ഒരു ഒബ്ജക്റ്റ്, അതായത് ഒരു സൈറ്റിൽ നമ്മളൊരു വർക്ക് എങ്ങനെ ചെയ്യുന്നോ അതുപോലെ തന്നെ നമുക്ക് റിവിറ്റിൽ ചെയ്ത് കൊടുക്കാം. അപ്പം ഒരു എഞ്ചിനീയർക്കോ അല്ലെങ്കിൽ ഒരു ഫോർമാനോ ഒരു സൂപ്പർവൈസർക്കോ ഒരു സാധനം എടുത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും, ഇങ്ങനെയാണ് സൈറ്റിൽ വരുന്നത്. നമ്മൾ കൈകൊണ്ട് വരച്ചൊരു സ്കെച്ച് കൊടുക്കുന്ന പോലെയല്ല ഒരു റിയൽ ഒബ്ജക്റ്റ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് വഴിയെ പഠിക്കാം. ജസ്റ്റ് ഒരു ഡെമോ ആയിട്ട് കണ്ടാൽ മതി ഇതിനെ. ജസ്റ്റ് ഈ ഒരു കാര്യം നോക്ക്, ഇവിടെ ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ പറയും. തൽക്കാലം നമ്മൾ റിവിറ്റിൻ്റെ ഈ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതാണ്.